ഇതിപ്പോൾ നമ്മൾ 15 ദിവസത്തെ ക്ലാസ് പൂർത്തിയായ ഒരു കുട്ടിക്ക് നൽകുന്ന സെൽഫ് പ്രാക്ടീസാണ്. അപ്പോൾ അയാൾക്ക് തനിച്ച് വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടീസാണ്. അപ്പോൾ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കി സമയാസമയങ്ങളിൽ തിരിച്ചും ഒരു വണ്ടിയെ ഒറ്റയ്ക്ക് ഓടിക്കുന്ന ഒരു പ്രാക്ടീസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ മാധവാണ്. മാധവ് 15 ദിവസത്തെ ക്ലാസ് പൂർത്തിയായ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യഥേഷ്ടം കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങളൊക്കെ മനസ്സിലാക്കി സ്വയം വണ്ടി ഓടിക്കാനുള്ള ഒരു എക്സസൈസാണ്. അപ്പോൾ താഴത്തെ ഗ്രൗണ്ടിൽ തിരിക്കേണ്ട ഭാഗങ്ങളിലൊക്കെ നമ്മൾ പറയുന്ന ട്രാക്കുകളിലൂടെയാണ് ഇന്ന് മാധവ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ഇനി മാധവ് അതുപോലെ തന്നെ വണ്ടിയെ ഓടിച്ച് ഈ നമ്മുടെ അപ്പർ ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു പ്രാക്ടീസാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം എവിടെ വെച്ചാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്, എവിടെ വെച്ച് സ്റ്റിയറിംഗ് നോക്കണം, എങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു കയറ്റത്ത് കൊണ്ടുവരുമ്പോൾ ആ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ, അപ്പോൾ ഇവിടെ ആക്സിലേറ്റർ കൊടുത്താണ് വണ്ടിയെ കയറ്റേണ്ടത്. അപ്പോൾ അവിടെ സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ സ്പീഡ് കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു വളവാണ്. അപ്പോൾ അത് കൃത്യമായി തിരിക്കണം, കാരണം തൊട്ടപ്പുറത്ത് മരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വയം നമുക്ക് മനസ്സിലാക്കി വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അപ്പോൾ വണ്ടിയുടെ ബേസിക് കൺട്രോളുകൾ പിടികിട്ടുന്ന കുട്ടികൾക്ക് മാത്രമേ ഇതെല്ലാം നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ മാധവ് 15 ദിവസം കൊണ്ട് നന്നായി പെർഫോം ചെയ്യുന്നു എന്നതുപോലെ മറ്റെല്ലാ കുട്ടികളും അങ്ങനെ ആവണമെന്നില്ല. കാരണം ഓരോ സംഭവങ്ങൾ പഠിക്കുന്നത് ഓരോ കുട്ടിക്ക് മനസ്സിലാക്കുന്നതിന് എടുക്കുന്ന സമയതാമസങ്ങൾ ആ കുട്ടികളുടെ ടെക്നിക്കൽ നോളജിനനുസരിച്ച് വേരിയേഷൻ വരും. ചില കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുക്കും, ചിലർ പഠിച്ചെടുക്കാൻ താമസിക്കും. അപ്പം പഠിച്ചെടുക്കാൻ താമസിക്കുന്ന കുട്ടികൾ കൂടുതൽ നാളുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ഒരു പക്ഷേ ഇതുപോലെ എടുക്കാൻ കഴിഞ്ഞു എന്ന് വരുള്ളൂ. അപ്പോൾ അതിന് എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസങ്ങളിലും കൊടുക്കുന്ന ലെസൺസ്, അത് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജായിട്ടും വീഡിയോ മെസ്സേജായിട്ടും വോയിസ് മെസ്സേജായിട്ടും എല്ലാം കൊടുക്കുന്ന മെസ്സേജുകൾ കൃത്യമായി നമ്മൾ കേട്ട് അത് നമ്മളൊരു കാർ ഓടിക്കുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ച് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഓരോ ദിവസത്തെ ക്ലാസ്സിന് നമ്മൾ എത്തുമ്പോഴും ഒരു ദിവസം ഓടിച്ചതിനേക്കാളും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ്. മാധവ് താഴെ ഇറങ്ങിയിട്ട് വീണ്ടും റൈറ്റ്, എന്നിട്ട് ഇതേ ക്ലാസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പം കണ്ടോ ആൾ അടിപൊളിയായി കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു റോഡിൽ ഓടിക്കുന്ന എല്ലാ സിറ്റുവേഷൻസും ഇവിടെ നമ്മൾ തരണം ചെയ്യുന്നുണ്ട്. കയറ്റത്ത് നിർത്തിയെടുക്കുന്ന പ്രാക്ടീസ്, ഇറക്കത്ത് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് സ്ലോ ചെയ്ത് ഇറക്കുന്ന പ്രാക്ടീസ്, കയറ്റത്ത് ആക്സിലേറ്റർ കൊടുത്ത് സ്പീഡ് കൂട്ടി വണ്ടി എടുക്കുന്ന പ്രാക്ടീസ്. അതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും റോഡിലോട്ട് തന്നെ നോക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഇത്തരം പ്രാക്ടീസുകൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ചില കുട്ടികളൊക്കെ നമ്മൾ എത്ര പഠിപ്പിച്ചാലും അവർ ആക്സിലേറ്ററിലും ബ്രേക്കിലും ഒക്കെ കുനിഞ്ഞു നോക്കി ചെയ്യുന്നവരാണ്. ഗിയർ ഇടുമ്പോൾ അവർ ഗിയർ ലിവറിൽ നോക്കി ചെയ്യുന്നവരാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഏത് കുട്ടികളാണോ അതെല്ലാം ഒഴിവാക്കി ഇതുപോലെ ഇപ്പോൾ മാധവ് ചെയ്യുന്നത് പോലെ റോഡിലോട്ട് നോക്കി നമ്മൾ ഓടിക്കുന്നത് അവർക്കായിരിക്കും വാഹനത്തിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്കുകൾ എളുപ്പത്തിൽ പിടികിട്ടുന്നത്. ഇവിടെ ആക്സിലേറ്റർ മാക്സിമം കൊടുത്താണ് മാധവ് കയറ്റം കയറുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പ്രാക്ടീസ് വിഭാഗം കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സ്പെഷ്യൽ ക്ലാസ്സുകളാണ്. അപ്പോൾ അവർക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവും. പക്ഷേ അവർ പറയും സാർ എനിക്ക് കാർ ഓടിക്കും പേടിയാവും സാർ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ 2 ക്ലാസ്സുകളാണ് അവർ കൊടുക്കുന്നത്, സ്റ്റിയറിങ്ങിൻ്റെയും ക്ലച്ചിൻ്റെയും ക്ലാസ്സുകളാണ്. അപ്പോൾ സ്റ്റിയറിങ്ങും ക്ലച്ചും എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വണ്ടി എപ്പോഴാണോ ഓക്കെ ആവുന്നത് അതുവരെ നിരന്തരം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് പോകാൻ കുട്ടികൾ പറയും സാർ ഇപ്പോഴെൻ്റെ പേടിയെല്ലാം മാറി സാർ, ഇപ്പോൾ എനിക്കൊരു വണ്ടി ഓടിക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരന്തരം അവർ ചെയ്യുന്ന ഇത്തരം പ്രാക്ടീസുകളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യമേ അവർക്ക് വണ്ടി തനിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങൾ, അതിൻ്റെ അപകട സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ഒരു വാഹനം നമുക്ക് ഒരു കളിപ്പാട്ടം പോലെ എടുത്ത് കളിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ഗോൾഡൻ ചാൻസുകളാണ്. അത്തരം ഒരുപാട് അവസരങ്ങൾ MGN മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ ഓരോ കുട്ടികൾക്കും നൽകുന്നുണ്ട്. അതെല്ലാം ഏത് കുട്ടികളാണോ നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നത് അവർക്കെല്ലാം അടിപൊളിയായി വാഹനം ഓടിക്കുന്ന സ്റ്റേജിലെത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, താങ്ക് യു.